let me welcome introverted RJ Varki. സർവം ഇപ്പോൾ ഡെലിവലു മയമാണ്. It's not clocking to you. നല്ല കോൺട്രവേഴ്സി. എനിക്ക് കോൺട്രവേഴ്സി ഇല്ല. അയ്യോ കോൺട്രാസ്റ്റ്. Either he panics or he'll be like അയ്യോ എല്ലാരും ഉണ്ടായിരിക്കും. അയ്യോ ഞാൻ എന്റെ സൂപ്പർ പവേഴ്സ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മഴ ആശയം നിർത്തി. പക്ഷെ എന്നിട്ട് വീണ്ടും വന്നു. When they're saying that like നെലൂലു വണ്ടിയില് എന്റെ റെസൊല്യൂഷൻ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അതെ 6-7 അത് എനിക്ക് പോലും അറിഞ്ഞൂടാ. I'm an old soul. Dude, that's crazy. ഹലോ ഗൈസ്, വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. ഇന്നെൻ്റെ കൂടെയുള്ള ഗസ്റ്റ് നമ്മുടെ സർവം മായ സിനിമയിലൂടെ വളരെയധികം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സർവം ഇപ്പോൾ ഡെലിവലു മയമാണ്. റിയ ഷിബു, വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. Thank you. Let me welcome introverted RJ Varki. അബദ്ധം പറഞ്ഞു പോയി. നല്ല കോൺട്രവേഴ്സി. എനിക്ക് കോൺട്രവേഴ്സി ഇല്ല. അയ്യോ കോൺട്രാസ്റ്റിംഗ് നല്ല കോൺട്രാസ്റ്റിംഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? എവിടെ? ഞാൻ വീട്ടിലും സിനിമാ ലോകത്തേക്ക് എന്തുകൊണ്ട് ആക്ച്വലി പ്രൊഡക്ഷനിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു പപ്പയുടെ. മീൻസ് ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പപ്പയുടെ കൂടെ ഇരുന്നു, ഡിസ്കഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, ലൈക്ക് ദാറ്റ്. സോ അതിൽ കുറച്ച് നോളജ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ എനിക്ക് പണ്ടേ ക്രിയേഷനും വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വിസ്കോം ആണ് ചെയ്തത് കോളേജിൽ. അപ്പോൾ വിസ്കോം ചെയ്തപ്പോൾ അവിടെ ഷോർട്ട് ഫിലിം മേക്കിങ്ങും അതിലൊക്കെ ഇൻവോൾവ് ആയി. ജസ്റ്റ് പണ്ടേ എനിക്ക് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ആർട്ടും ക്രിയേഷൻസും മോസ്റ്റ്ലി ആർട്ട് സൈഡിൽ ഞാൻ പണ്ടേ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ആക്ടിങ്ങിന് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ട്. പണ്ടേ തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്ത് ഇങ്ങനെ പറഞ്ഞത് ഇതില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെ സ്കൂളിൽ പോകും, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. സോ ടീച്ചേഴ്സ് തന്നെ പറയും അറിയ സിനിമയിൽ അഭിനയിക്കാൻ പോകണം, ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരുന്നു, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ ടീച്ചേഴ്സ്. ഞാൻ ആലോചിക്കുന്നത് ഫാദർ സിനിമ ഫീൽഡിൽ, ബ്രദർ സിനിമ ഫീൽഡിൽ എൻ്റെ കയ്യിലും കിട്ടണമായിരുന്നു നേരത്തെ ഞാൻ സിനിമയിലെത്തിയേനെന്ന്. എന്തായാലും ഇച്ചിരി വൈകിയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷെ നല്ല സമയത്താണ് വന്നിരിക്കുന്നത്, നല്ല എൻട്രി ആണ്. എങ്ങനെയായിരുന്നു സർവമായിലേക്കുള്ള ഒരു സർവമായിലേക്കുള്ള എൻട്രി? ആക്ച്വലി അഖിൽ ചേട്ടൻ ഒരു റീല് കണ്ടു. സോ ഇത് അഖിൽ ചേട്ടൻ ക്ലോസ് ടു ഹാർട്ട് പടമാണ്. 2 വർഷം ഇരുന്ന് റൈറ്റിംഗ് പ്രോസസ്സും നിവിൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ഡെലുലുവിന് സെറ്റാവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. സോ അപ്പോഴാണ് ഒരു റീല് കാണുന്നത്. ആ റീൽ കണ്ടിട്ട് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ട് ഡെലുലു ഇതേപോലെ ആണല്ലോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പനെ വിളിച്ചു. ആ സമയം എൻ്റെ പപ്പനെ അറിയാം. അപ്പോൾ പപ്പനെ വിളിച്ചിട്ട് മോള് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്ന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ അയച്ചു. പപ്പാണെങ്കിൽ യെസ് സംസാരിക്കൂ, റിയയുടെ സംസാരിക്കൂ. അപ്പോൾ നമ്മളങ്ങനെ ഒരു കോളിലിരുന്ന് സംസാരിക്കുക. ആദ്യം ക്യാരക്ടറിനെ പറ്റി പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അതെന്താ എവിടെ നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഗോസ്റ്റ് എന്താ ചെയ്യുന്നത്, അങ്ങനെ. എനിക്ക് ഗോസ്റ്റ് എലമെന്റ് വന്നപ്പോൾ ഭയങ്കര ഫാന്റസി എലമെന്റ് ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അതും ഈ ഗോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നല്ല ഫൺ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ഒരു കാസ്പർ ദ ഗോസ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഡയലോഗ്സും എനിക്ക് ഓഡിഷൻ സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ ഡയലോഗ്സും കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്ത് അയച്ചു. ഐ വാസ് ലൈക്ക് പ്രേയിങ് യു, ഐ റിയലി ഹോപ്പ് ഐ ഗെറ്റ് ദിസ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിട്ടിയപ്പോൾ അത് കിട്ടിയെന്ന് പറയുന്നതിന് മുമ്പേ നമ്മളൊരു മീറ്റിംഗ് ചെയ്തു, കപ്പച്ചക്ക കാന്തരി ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടെ ഫുൾ ഡിസ്കഷൻസ് ആയിരുന്നു. ജസ്റ്റ് മീൻസ് നോട്ട് അബൌട്ട് ദ ഫിലിം അറ്റ് ഓൾ. നമ്മൾ വേറെ റാൻഡം കുറേ കാര്യങ്ങൾ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വന്നു, ഡയറക്ഷനിലോട്ടുള്ള ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ജസ്റ്റ് ഒരു ഫൺ ടോക്ക്, ലൈഫ് സ്റ്റോറി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അഖിലേട്ടൻ്റെ ബിക്കോസ് ഞാൻ ക്യൂരിയസ് ആയി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കാൻ. അഖിൽ ചേട്ടൻ നല്ല കഥയൊക്കെ പറയും. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു വീഡിയോ എടുത്തു. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചൂസ് ബിറ്റ്വീൻ ദിസ് ഓർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ റിയാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തു. എന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ നമ്മൾ ഫ്രണ്ട്സൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഡൂഡ് കെൻ യു ഗിവ് മി പോസ്, അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അത് സത്യൻ സാറിനെ അയച്ചു കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഡെലുലു ഓക്കെ ആണോ. അപ്പോൾ സത്യൻ സാറാണ് പറയുന്നത് റിയ ഓക്കെ ആണെന്ന്. ആ മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തപ്പോ ഒരു ഭയങ്കര ഒരു അതാണ് എനിക്കൊരു അനുഗ്രഹം കിട്ടിയതുപോലെ, ഒരു ബ്ലെസ്സിങ് കിട്ടിയതുപോലെ. ലൈക്ക്
ബിഗ് പയനിയർ ഓഫ് സിനിമ അങ്ങനത്തെ ഒരാളുടെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ് ഫീലിംഗ്. സോ ഞാനും പപ്പയടുത്തും ഉമ്മയടുത്തും പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ എൻട്രി ആയത് ഡെലുലു. സോ ദെൻ ഒരു റാൻഡം ഡേയിൽ ഓക്കെ റിയ 10 ദിവസത്തിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എക്സൈറ്റഡും ആണ്. പക്ഷെ ആണെങ്കിൽ ചേട്ടൻ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിട്ടില്ല, ഐ എം റിയലി സ്കേർഡ്. അപ്പോൾ ചേട്ടൻ കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് ഒന്നും വായിക്കണ്ട, ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ ഞാൻ അങ്ങനെ അഭിനയിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറയണ റിയ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ റിയ ബിഹേവ് ചെയ്താൽ മതി. അപ്പം ലൈക്ക് ഓക്കെ ഐ ട്രസ്റ്റ് യു ബിക്കോസ് അഖിൽ ചേട്ടൻ ട്രസ്റ്റ് മീ. അപ്പോൾ ഷൂട്ട് പോകുന്നതിന് ഐ തിങ്ക് ഒരു ഫ്യൂ ഡേയ്സ് മുന്നെയാണ് സ്ക്രിപ്റ്റ് അയക്കുന്നത്. അപ്പോൾ ഐ വെന്റ് ത്രൂ ദ സ്ക്രിപ്റ്റ്. പിന്നെ ഓഡിഷൻ്റെ സീൻസ് ഒക്കെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ഇല്ല ഓഡിഷൻ്റെ സീൻസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഓർമ്മ, ബാക്കിയുള്ള സീൻസ് ഒന്നും ഓർമ്മയില്ല ബിക്കോസ് അപ്പോഴാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും ചോദിച്ചു വർക്ക്ഷോപ്പ് എന്തെങ്കിലും ചെയ്യണോ ചേട്ടാ, എനിക്ക് ഒരു ഇത് ഇല്ലല്ലോ ഒന്നും ചെയ്യണ്ട. ഞാൻ പിന്നെ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അഖിൽ ചേട്ടാ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഒന്നും ചെയ്യാനും പറയുന്നില്ല. റിയ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് കം ആൻഡ് ചിൽ ഇൻ സെറ്റ്, നമ്മളുടെ കൂടെ ചില്ല് ചെയ്താൽ മതി കുറച്ച് നേരം. ഓക്കെ. എന്നിട്ട് 5 days ബിഫോർ എൻ്റെ സീനിന് മുന്നേ ഞാൻ അവിടെ പോയിരുന്ന് ജെല്ലാവുമായിരുന്നു ആൾക്കാരോട്. സോ നമ്മളിപ്പോൾ സീൻ തുടങ്ങുമ്പോൾ എല്ലാരെയും കണ്ട് ഫ്രീക്ക് ഔട്ട് ആവുമല്ലോ നമ്മൾ, ജസ്റ്റ് നമ്മള് നമ്മളുടെ അതെ. സോ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒരു കംഫർട്ട് കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ബിഹേവ് ചെയ്യാൻ തുടങ്ങാൻ പറ്റി. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോട്ടിൽ, അയ്യോ ഇത് കറക്റ്റ് ആയിട്ട് വരുമോ, ബിക്കോസ് അത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തു. ചേട്ടനാണെങ്കിൽ ഇതാണ് ഡെലുലു, ഇതാണ് നമ്മളുടെ. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ വെക്കണ്ട. സോ അങ്ങനെ തുടങ്ങിയതാണ്. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരു കംഫർട്ട് സ്പേസിൽ ചെയ്ത് നല്ലൊരു ഇപ്പൊ സംസാരിക്കുന്ന രീതിയിലാണ് ആ ക്യാമറയുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചത്. അതും നിവിൻ ചേട്ടനും തന്നൊരു കംഫർട്ടും ഓഫ് സ്ക്രീൻ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി അത് ഓൺ സ്ക്രീനിൽ വരാൻ തുടങ്ങി. ഈ ടെൻഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ചത്, നമ്മളിങ്ങനെ ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ ഓവറാന്ന് പറയും, എല്ലാവരും എന്തായാലും പറയും ഏ കൊച്ചു എന്തോ ഓവറാന്നുള്ള സാധനം. പക്ഷെ കറക്റ്റ് മീറ്റർ പിടിച്ച് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ അതിന്റെ ഉത്തരവും കൂടെ എന്തായാലും എനിക്ക് കിട്ടി. ആക്ച്വലി അന്ന് ഇങ്ങനെ ആവുമെന്ന് ഓർത്തില്ല, അന്ന് വേറെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകർ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ ഇങ്ങനത്തെ ഉള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടിയത് ഓഡിയൻസിൽ നിന്നാണ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ മീറ്റർ ഓക്കെ ആയിരുന്നല്ലേ, മീറ്റർ ആക്ച്വലി ഓക്കെ ആയിരുന്നു, താങ്ക് ഗോഡ്. അപ്പോൾ ഞാനും പിന്നെ ഇടയ്ക്ക് എക്സൈറ്റഡ് ഒക്കെ ആവുമ്പോൾ അഖിൽ ചേട്ടൻ എൻ്റെ മീറ്റർ ബാലൻസ് ചെയ്യും. സോ എവിടെയാണെങ്കിലും എനിക്ക് സജഷൻ തരും. സോ ഭയങ്കര എന്നെ ബാലൻസ് ചെയ്ത് ഗൈഡ് ചെയ്താണ് കൊണ്ടുപോയത്. സോ ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളി എങ്ങനെയാ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില സിംഗിൾ ടേക്കിലൊക്കെ പറയത്തേ ഇല്ല, ഭയങ്കര സ്വീറ്റ് ആണ്. ശരിക്കും സത്യൻ സാർ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സത്യൻ സാർ എങ്ങനെയാണ് ഒരിക്കലും വഴക്ക് പറയുന്നത് കേട്ടിട്ടില്ല. ഐദർ ഹി പാനിക്സ് ഓർ ഹിൽ ബി ലൈക്ക് അയ്യോ എല്ലാവരും മിണ്ടായിരിക്കും, ഇതാണ് മാക്സിമം, ലൈക്ക് എല്ലാവരും മിണ്ടായിരിക്കും, ഇത്രേ ഉള്ളൂ. അയ്യോ വഴക്കായിട്ടില്ല, പക്ഷെ നല്ല മോട്ടിവേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ട സീനാണെങ്കിൽ വന്നൊരു ഹഗ് വരും, എന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ്. അങ്ങനെ സിംഗിൾ ടേക്കിലൊക്കെ ആയ അല്ലെങ്കിൽ ഇപ്പൊ അഖിലേട്ടൻ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു സീൻ ഏതാ ആ പടത്തില്? സിംഗിൾ ടേക്കിലൊക്കെ ഐ എം സോറി ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. 2 സീനുണ്ട്. മറ്റേ സിനിമയിൽ കാണുന്ന പ്രേതങ്ങളെ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എന്റെ ഫസ്റ്റ് മേജർ സീൻ. നമ്മൾ അതിനു മുമ്പേ എന്റെ ഫസ്റ്റ് ഷോട്ട് ഒക്കെ എടുത്തു, പക്ഷെ മേജർ സീനൊന്നുമല്ല. ഇതായിരുന്നു എന്റെ മേജർ ഡെലുലു സീൻ. ഡെലുലുവിന് ആദ്യമായിട്ട് സെറ്റിൽ എല്ലാവരും കാണാൻ പോകുന്ന സീനായിരുന്നു അത്. കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. അപ്പം ഞാനത് പോയി നമുക്കൊന്ന് ഡയലോഗ് പറഞ്ഞു നോക്കാം എന്നൊക്കെ ഞാൻ റിഹേഴ്സ് ചെയ്തു. എന്നിട്ട് അത് എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് അന്ന് ഭയങ്കര ഫ്രീ ആയിട്ടും പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തു. ഞാനും ഹാപ്പി ആയിരുന്നു, അഖിൽ ചേട്ടനും ഹാപ്പി ആയിരുന്നു. ആൻഡ് നമ്മൾ കുറെ ചിരിച്ചാ ചെയ്തത്. ബിക്കോസ് അതിൽ നിവിൻ ചേട്ടൻ്റെ റിയാക്ഷൻസ് ഭയങ്കര കോമഡി ആയിരുന്നു. ഭയങ്കര, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അങ്ങനത്തെ റിയാക്ഷൻ ഇടും, അത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പൊ ഞാനും ചിരിക്കാതിരിക്കണം. സോ അവിടെ നിന്നാണ് നമ്മൾ ഫ്രീ ആയി തുടങ്ങിയത്. പിന്നെ വേറൊരു സീന് ഞാൻ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് റിലീഫ് ചെയ്തു. എന്നിട്ട് ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടമായി അതൊക്കെ പറയൂലേ, അതും ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്തത്. അന്ന് ഞാൻ സെറ്റിൽ കയറിയപ്പോൾ റിയയുടെ ജെൻസി ഇട്ടോ, ഞാൻ ബാക്കിൽ മോണിറ്ററിൽ ഇരിക്കാൻ പോകണം, ഓക്കെ ടേക്ക്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതൊരു 4-5 ടേക്സിൽ പോയി, ബിക്കോസ് മൾട്ടിപ്പിൾ ആംഗിൾസ്. പക്ഷെ അത് ഭയങ്കര റിലാക്സ് ആയിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തത്. അല്ല, കാരണം പുള്ളി അത്രയും വിശ്വസിച്ചിട്ടുണ്ടാവണം. ഇപ്പം നമ്മുടെ ഇതിനു മുമ്പുള്ള പ്രേമം സിനിമ, പ്രേമത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു
സംഭവം കണ്ടിട്ടുള്ളൂ. അതായത് പടത്തിന് മുമ്പ് ട്രെയിലർ ഇല്ല, ആകെ ഒരു പാട്ട് മാത്രം ഇറങ്ങി, നേരെ പടം ഇറക്കി. ഇതും അതുപോലെ തന്നെ ഒരു ടീസർ ഇറക്കി, പടം ഇറക്കി. അപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് ഇപ്പം നിവിൻ പോളി എന്ന നടൻ്റെ കംബാക്ക്, അല്ലെങ്കിൽ നിവിൻ പോളി അജു വർഗീസ് കോംബോ, അത് കാണാൻ കയറിയ എന്നെയാണ് ഡെലുലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് അവർ വീഴ്ത്തിക്കളഞ്ഞത്. അപ്പോൾ ഈ ഞാൻ അഭിനയിച്ച പടം പക്ഷെ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആണല്ലോ. കോളേജിൽ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതെ ചിലര് കോളേജ് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ ഉടനെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ അടുത്ത് എന്താ ജോലി, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതാ പടത്തിൽ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ ഏത് പടം, ഏത് ഡയറക്ടർ, ഏത് ആക്ടർ, ആരാണ് മ്യൂസിക് ഡയറക്ടർ എല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് അവസാനം പടം തന്നെ ഞാൻ പറഞ്ഞു. സോ ഞാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇയറിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. ഓർ ഐ ജസ്റ്റ് സേ ലൈക്ക് ഞാൻ കോഴ്സ് ചെയ്യാൻ പോയി എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. സോ പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ ചില എൻ്റെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ കഥാനായകൻ നിവിൻ പോളി, നിവിൻ ചേട്ടൻ പറയൂ ഫുൾ കഥകള്. നിവിൻ ചേട്ടനോട് എന്തോരം കഥകളുണ്ട്. ഫുൾ ഫണ്ണാണ് ആക്ച്വലി, ഭയങ്കര ഫൺ പരിപാടിയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇത് നെർവസ് ആയിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരു മൊമെന്റ് ആദ്യം ഞാൻ ആ സീനിലൊന്നും ഇല്ല, ഞാൻ വെറുതെ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ പൂജ ചെയ്യാനുള്ള ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യം നിവിൻ ചേട്ടനെ കണ്ടപ്പോ ഞാൻ ഹായ് പ്രഭേന്ദു അങ്ങനെയാ പറഞ്ഞേ. അപ്പൊ ഭയങ്കര ഷൈ ആയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയി, ഓ റിയലി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. സോ എനിക്ക് അപ്പോഴേ ഗേവ് വൺ നൈസ് വൈബ്. പക്ഷെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോലെ ഐ വാസ് എ ലിറ്റിൽ സ്കേർഡ്. ഓ മൈ ഗോഡ്. അതെ പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോ. പിന്നെ പോയി നമ്മളുടെ സീൻ വന്നപ്പോ ചിരിച്ചപ്പോ ഐ വാസ് ലൈക്ക് വാട്ട് യു ആർ മൈ വൈബ്. അപ്പൊ എനിക്കറിയാം നിവിൻ ചേട്ടൻ ഫണ്ണാണ്, പക്ഷെ നമ്മള് അതെ ജെല്ലാവാൻ കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ ഒരുമിച്ച് ഒരു പടം ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വൈബ് കിട്ടുമ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഓരോ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പടത്തിനെ പറ്റി സ്റ്റോറി ഒക്കെ മറന്ന് ഞാൻ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോട്ടലിലോട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കോമഡി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ച് കുറേ നേരം ചിരിക്കും. അപ്പൊ ചിലപ്പോഴൊക്കെ ഡയലോഗ് കറക്റ്റ് ആയിട്ട് വരുമ്പോ അവസാനം നിമിച്ചടിച്ചിരിക്കും. അപ്പൊ ഞാൻ എന്തോ നിമിച്ചേട്ടാ കണ്ടല്ലോ അത് പുള്ളി മനഃപൂർവ്വം നൈസായിട്ട് നമ്മള് വെറുതെ റിയാൻ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും. അപ്പൊ ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോ പ്ലീസ് അങ്ങനത്തെ കുറെ. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു സീൻ ചെയ്തിട്ട് അതിൽ ഞാനിങ്ങനെ ചിരിച്ചിട്ട് ബൈ പറയാം. സോ ഫ്രെയിം എക്സിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ ഫ്രെയിം എക്സിറ്റ് ചെയ്യുന്ന ഒരു പ്രബന്ധമാണ് ഇങ്ങനെ. പിന്നെ ഫ്രെയിം എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെയാണ് റിയാക്ട്. അപ്പൊ കടറ്റ് വൺ മോർ. അപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് നമുക്ക് എത്ര വൺ മോർ വേണമെങ്കിലും പോകും, റിയ നല്ലതായിട്ട് അഭിനയിച്ചാൽ മതി, ജസ്റ്റ് ബി സീരിയസ് എന്നിട്ട് പറയും. വാട്ട് എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ചിരിക്കൂല, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ തന്നെ ഓർത്ത് ചിരിക്കും. അപ്പൊ അഖിൽ ചേട്ടൻ പറയും റിയ ചിരിപ്പിക്കല്, ഞാനല്ല ചിരിപ്പിച്ചേ. അപ്പൊ നിവിൻ ചേട്ടൻ പറയും അല്ല റിയാണ് എപ്പോഴും ചിരിപ്പിക്കുന്നത്, പ്രൊഡ്യൂസറിന്റെ കാശല്ല എന്നെ ചുമ്മാ ടെൻഷൻ ആക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ കുറെ ഫൺ മൂമെന്റ്സ് ആയിരുന്നു. അതില് അഖിലേട്ടൻ ഇതുപോലെ പറഞ്ഞെന്തെങ്കിലും കാര്യമുണ്ടോ, നിർത്തുവോ നിങ്ങളുടെ രണ്ടുപേരും കുട്ടികളി എന്നുള്ള രീതിയിൽ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അഖിൽ ചേട്ടൻ ജോയിൻ ചെയ്യും, നമ്മളുടെ ജോയിൻ. ചിലപ്പോഴൊക്കെ അഖിൽ ചേട്ടൻ ഒരു കോമഡി സെറ്റിന്റെ ഇടയിൽ കോമഡി കണ്ടുപിടിച്ച എല്ലാരെയും വിളിച്ചു പറയും ഇതറിഞ്ഞു റിയ ഡയലോഗിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, റിയ ഡയലോഗിൽ ഇങ്ങനെ പറഞ്ഞു. ഞാനാണെങ്കിൽ എപ്പോഴും എന്നെ വെച്ചിട്ടാണ് സെന്റർ ഓഫ് കോമഡീസ്. സത്യൻ സാർ സെറ്റിലോട്ട് വല്ലതും വന്നായിരുന്നു? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ അഭിനയം എല്ലാം കണ്ടിട്ട് എന്തെങ്കിലും പറയോ? ആ ദിവസം ഞാൻ എന്റെ ഡാൻസ് സീക്വൻസ് ആയിരുന്നു, ക്ലാസിക്കൽ പോർഷൻ. അവര് നോർമൽ ക്ലാസിക് അതിനിടയിൽ ഞാനിങ്ങനെ ചെയ്യൂലേ അതെ. സോ അത് ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു, ബിക്കോസ് ക്ലാസിക്കലില് ഞാൻ ബൃന്ദാമാസ്റ്റർ പറഞ്ഞു മാസ്റ്റർ കുറച്ചൊന്ന് ക്ഷമിക്കൂ പ്ലീസ്. അപ്പൊ മാസ്റ്റർ പറഞ്ഞു നോക്കാം നമുക്ക്, റിയ യു ക്യാൻ ഡു. ഭയങ്കര മോട്ടിവേഷൻ ആണ് മാസ്റ്റർ ആണെങ്കിൽ എന്ത് പറഞ്ഞാലും നോ യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്. അങ്ങനത്തെ മൂഡാണ് മാസ്റ്റർ. ഞാൻ പറയും മാസ്റ്റർ എന്തായാലും സമയമൊക്കെ പോയാലോ, ഇല്ല യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് വരുന്നില്ലല്ലോ, നോ യു ക്യാൻ ഡു ഇറ്റ് എന്തെങ്കിലും ബോണത്തിൻ്റെ ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ ഇറങ്ങി അത് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഞാൻ തന്നെ എന്നെ കണ്ടിട്ട് ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. അന്ന്
സത്യൻ സാർ അത് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ സത്യൻ സാർ ഞാൻ ക്ലാസിക്കൽ പക്ഷേ ബേസിക്കലി മോള് നല്ലതായിട്ട് ചെയ്തു. അന്ന് സോങ് കട്ടൊക്കെ അഖിൽ ചേട്ടൻ സോങ് കട്ട്സ് ഒക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യും. അപ്പൊ സോങ് കട്ടൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് മോള് ഞാൻ സോങ് കട്ടിൽ കണ്ടു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യൻ സാർ ഇത് പറയുന്നത് കേട്ടപ്പോൾ. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് റഫ് എഡിറ്റ് ചെയ്യുമ്പോൾ സത്യൻ സാർ കൂടെ ഉണ്ടായിരിക്കും. സത്യൻ സാർ റഫ് എഡിറ്റ് തൊട്ട് ഫൈനൽ എഡിറ്റ് വരെ കണ്ടതാ അഖിൽ ചേട്ടനോട്. അപ്പോൾ റഫ് എഡിറ്റ് കണ്ടിട്ട് തന്നെ സത്യൻ സാർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ സത്യൻ സാർ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് അത് ജെന്യൂൻ ആയിട്ടോ അത് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്, ഇതിൽ കൂടുതൽ എന്ത് ബ്ലെസ്സിംഗ് ആണ് വേണ്ടത്. സോ ഹി സെഡ് ദാറ്റ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, എനിക്ക് തന്നെ കണ്ടിട്ട് ഇമോഷണലായി. സോ സത്യൻ സാറിന് കണക്ട് ആയെങ്കിൽ ബ്ലെസ്സിംഗ്, ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിംഗ്. നമ്മുടെ ഹൃദു ആസ് എ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ബ്രദർ തന്നൊരു ഉപദേശം അല്ലെങ്കിൽ സിനിമ കണ്ട ശേഷം വല്ലതും പറഞ്ഞോ? അതാ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പോണേക്കും പോലും ഉപദേശിച്ചു വിട്ടായിരുന്നു? പോണേ അങ്ങനെ ഉപദേശിച്ച് വിടുന്നല്ല, എപ്പോഴും ഭയങ്കര ചില്ലാണ്. ഞാൻ ഇഫ് യു വാണ്ട് ടു ടോക്ക് കം ആൻഡ് ആസ്ക് മീ, അങ്ങനെയാണ്. അങ്ങനെ ഇപ്പോൾ വന്ന് ഇടയിൽ കയറി ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും പറയത്തില്ല. ഭയങ്കര ചില്ലാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. സോ പടം കണ്ടിട്ട് ഭയങ്കര ഇമോഷണലായി എൻ്റെ ചേട്ടൻ. 2 പ്രാവശ്യം ഒരേ ദിവസത്ത് പോയി. അത് കണ്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ബുക്ക് ചെയ്ത് പോയി. ബിക്കോസ് ഞാൻ വീട്ടിൽ എങ്ങനെയോ അതേപോലെയാണ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി, പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലാത്ത പോലെ തോന്നി. ബിക്കോസ് ഞാനാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാനല്ല. ബിക്കോസ് അതിൽ ഡെലുലു പ്രഭേന്ദുവിനോട് അടുത്ത് ഇരിക്കുന്ന ആളല്ലേ, പക്ഷെ അറ്റ് ദ സെയിം ടൈം മാനറിസം ഞാനാ. പപ്പ ഭയങ്കര ഹാപ്പി, ഭയങ്കര പ്രൗഡാ. പപ്പ ഭയങ്കര പ്രൗഡാണ്. ഹീസ് സോ ഹാപ്പി. ഇത്രയും പപ്പ ഹാപ്പി ആയത് ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ് എനിക്കത് കാണാൻ. എന്താന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് പപ്പ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പപ്പയുടെ കുറേ ഹൈസ് ആൻഡ് ലോസ് കണ്ടിട്ടുള്ളതാണ്. പപ്പയുടെ എന്തെങ്കിലും ടെൻഷൻ ആവുന്ന മൂമെന്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു മൂമെന്റ് എന്ത് സംഭവിച്ചാലും പപ്പ ഹാപ്പിയാണ്. ഇപ്പൊ എന്ത് നടന്നാലും ഹീസ് ഹാപ്പി ബിക്കോസ് ഓഫ് ഈ ഒരു സർവ്വമായിൽ കിട്ടുന്ന അപ്രീസിയേഷൻ കാരണം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മൊത്തം നോക്കുകയാണെങ്കിൽ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഫാദർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, ഇപ്പോൾ എക്സാമ്പിൾ പുലി, ഇരുമ്പുകൻ അങ്ങനത്തെ പടങ്ങളാണെങ്കിൽ ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ ആ ഒരു റൂട്ടാണ്. ബ്രദർ ചെയ്തിരിക്കുന്ന സിനിമ മുറ, റോ ആണ്. ഇപ്പോൾ ഓൾ വി ഇമാജിനസ് ലൈറ്റ്സ്, അവിടെ നിന്ന് നേരെ മാറിയിട്ട് ഡ്യൂഡ് ആ രീതിയിൽ. മകള് ചെയ്യുന്ന റീൽസ് ആണെങ്കിലും വെറൈറ്റി സാധനങ്ങൾ. മൊത്തത്തിൽ ഫാമിലി മൊത്തം ഒരു വെറൈറ്റി ആക്കാനാണ്. എവിടെ നിന്ന് വരുന്ന ഈ ഐഡിയ ഒക്കെ? ഐ ഡോണ്ട് നോ. അതൊരു നല്ല ഒബ്സർവേഷൻ ആണല്ലോ. ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ഫാമിലി ആയതുകൊണ്ട് വളർന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അതങ്ങനെ ജനറ്റിക്സ് DNA അങ്ങനെ പറയാം. ഇപ്പോൾ ഒരു ആക്ട്രസ് എന്നുള്ള കസേരയിലിരുന്നു, അതിന് മുമ്പ് പ്രൊഡ്യൂസർ എന്നുള്ള കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ഏതാ എളുപ്പം? ഐ തിങ്ക് രണ്ടിലും 2 രീതിയിൽ അതിൻ്റെ ഹൈസ് ആൻഡ് ലോസ് ഉണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ എന്ന സാധനം ഐ തിങ്ക് ഐ വുഡ് ഡു ഇറ്റ് കുറച്ച് നാളും കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ. അത് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഇതാ. സോ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ആലോചിച്ച് സമയം എടുത്തായിരിക്കും ചെയ്യുന്നത്. അതിൽ ബിസിനസ്സിൽ കുറേ ഇതുണ്ട്. പക്ഷേ ആക്ടിങ് ഈസ് ക്രിയേറ്റീവ്. അതിലും കുറേ വർക്ക് ചെയ്യാനുണ്ട്. കുറേ ആക്ടിങ് യു ലേൺ ഫോർ യുവർ എൻറ്റയർ ലൈഫ്. നമ്മൾ ഒരിക്കലും ദിസ് നെവർ എൻഡ് ടു ആക്ടിങ്, ലേണിങ് ആക്ടിങ്. സോ ആക്ടിങ്ങിലാണ് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത്. സോ ബിക്കോസ് അതിൽ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്, കുറേ പഠിക്കുന്നുണ്ട്. ആ ഓരോ കിട്ടുന്ന ചാലഞ്ചസിലും എനിക്ക് അതിൽ നിന്ന് പഠിച്ച് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ വുഡ് ലവ് ടു കണ്ടിന്യൂ ദാറ്റ് ആൻഡ് ഇവൻച്വലി അറ്റ് വൺ പോയിന്റ് പ്രൊഡക്ഷനിലോട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് ആളുകളുടെ പേര് പറയാം, അവരെക്കുറിച്ചുള്ളൊരു കഥ. വേറെ എവിടെയും പറയണ്ടാവരുത്, ഇതെനിക്ക് മാത്രം സ്പെഷ്യൽ ആയിരിക്കണം, അങ്ങനത്തെ ഒരു കഥ. ആദ്യം നമ്മുടെ നിവിൻ പോളി. ഇപ്പൊ ഞാൻ കൊറേ ഇന്റർവ്യൂല് സംസാരിച്ചിട്ടുണ്ട് ഏത് യുണീക്ക് കഥ പറയാം. അത് കേട്ടാൽ ഈ ഇന്റർവ്യൂ എങ്ങാനും ബൈ ചാൻസ് നമ്മുടെ നിവിൻ ചേട്ടൻ കാണുവാണെങ്കിൽ പുള്ളി തന്നെ കരുതണം, ഈ പെണ്ണിനെ കൊണ്ട് ഈ കഥ പറയണ്ടായിരുന്നു, ആ രീതിയിലുള്ളൊരു കഥ. നമ്മള് ഫൈറ്റ് ഷൂട്ട് സമയത്ത് ഭയങ്കര മഴയായിരുന്നു നമ്മുടെ എക്സ്റ്റീരിയർ. സോ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ഷൂട്ടിങ്. നമ്മൾ ഇനിഷ്യലി ഒരു 3-5 ദിവസത്തിൽ ഫിനിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്തു, പക്ഷെ മഴ കാരണം എക്സ്റ്റെൻഡ് ആയിപ്പോയി. സോ അവിടെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഏരിയയിൽ കുളത്തിന്റെ സൈഡ് ഇവിടെ, പിന്നെ നമ്മൾ ഫൈറ്റ് നടക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ അത് നമുക്ക് നടന്നു പോകണം.
സോ നമ്മൾ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനും നിവിൻ ചേട്ടൻ ഈ സൈഡ് വെയിറ്റ് ചെയ്യുന്നു, അവിടെ അഖിൽ ചേട്ടനും റെസ്റ്റ് ഓഫ് ദ ക്രൂ, ഇവിടെ ഞാനും നിവിൻ ചേട്ടൻ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഇടയ്ക്ക് സംസാരിക്കും, പിന്നെ രാത്രി കൊണ്ട് കുറച്ചിങ്ങനെ ടയേർഡ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിവേസ് നിവിൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യും. ഞാൻ എന്താണ് നിവിൻ ചേട്ടൻ ഇങ്ങനെ മഴ ആഗ്രഹിക്കുന്നത്, നമുക്കിത് പെട്ടെന്ന് തീർത്തൂടെ? ഇല്ല, ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യും. അപ്പം മഴ പെയ്തു. ഞാനെങ്കിൽ വാട്ട് ഇസ് ദിസ് നിവിൻ ചേട്ടൻ? അപ്പം നിവിൻ ചേട്ടൻ എന്നിട്ട് ഇപ്പൊ പാക്കപ്പ് വിളിക്കും. ഞാൻ നിവിൻ ചേട്ടൻ നമുക്ക് സീൻ ഫിനിഷ് ചെയ്യണം. ഇല്ല, ഇപ്പൊ വിളിക്കും. എന്നിട്ട് അഖിൽ ചേട്ടൻ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ മഴയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്, ഇവിടെ നല്ല മഴയാ, അവിടെ എങ്ങനെയുണ്ട്? അത് വാസ് എ ഫണി മൊമെന്റ്. ഇറ്റ്സ് എ സ്മോൾ മൊമെന്റ്, കുറെ ഉണ്ട്. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാ, ഇപ്പൊ ബൾബ് പൊട്ടും. ബൾബ് ആ മൊമെന്റിൽ പൊട്ടി. ഞാൻ പറയാം കരിനാക്കാണെന്ന്, കുറച്ച് നല്ലത് എന്തെങ്കിലും പറയാമോ? അജു ഏട്ടൻ അതില് ഞാൻ പരിപാടി നിന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ കൊതിവിട്ട് ഇങ്ങനെ. പക്ഷെ ഗോസ്റ്റിന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയായിരുന്നു ഇനീഷ്യൽ സീൻ. ഞാൻ ഇങ്ങനെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്, വെറുതെ ഇങ്ങനെ കട്ടെടുത്തിട്ട് പോകുന്നതാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അജു ഏട്ടനാണെങ്കിൽ നീ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ച് എൻ്റെ കൈയൊക്കെ വലിച്ച് എന്നെ കുത്ത്. അപ്പം ഞാൻ അല്ല അജു ചേട്ടനോ, ഞാൻ ഹാം ചെയ്താലോ? ഇല്ല നീ ചെയ്യ, കുത്ത്. അപ്പം നമ്മൾ ഒരു ഷോട്ട് പോകുമ്പോൾ ഞാൻ കുത്തൂല. ഇല്ല റിയ കുത്തിക്കോ, റിയ നല്ലതായിട്ട് കുത്ത്. എന്തോ വാട്ട് ഇസ് ദ സെൽഫ് ഹാം? അപ്പോൾ ഒരു ഷോട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് കുത്തി. അപ്പം ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമ്മളിത് ഫണ്ണല്ലേ. അപ്പം അങ്ങനത്തെ ഇത് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അതേപോലെ ഹി റിയാക്റ്റഡ്. സോ അത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് വൺ തിങ് വിത്ത് അജു ചേട്ടൻ. അഖിൽ സത്യൻ നമ്മള് എന്റെ ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന മേത്തിൽ ദേവിക ചേച്ചി, ബേസിക്കലി ചേച്ചിയുടെ ആക്സിഡന്റിൽ അത് പറഞ്ഞു ആ ഡയലോഗ്. അപ്പൊ നമ്മൾ ആ ഡയലോഗ് പറയുമ്പോ പുള്ളിക്കാരൻ വരത്തില്ല അല്ലേ? അപ്പൊ ഞാനും ഉടനെ ഇല്ല വരില്ല, സിംഗ് സൗണ്ട് ആണ്. അപ്പൊ അഖിൽ ചേട്ടൻ ഉടനെ കട്ടെന്ന് വിളിച്ചിട്ട് ആക്സിഡന്റ് കോട്ടയമാണെന്ന് മറന്നുപോയി അല്ലേ? അപ്പൊ ബാക്കിൽ നിന്നും ഓ യാ നമ്മൾ കോട്ടയാണല്ലേ. അപ്പൊ അത് എല്ലായിടത്തും പറഞ്ഞ് നാട്ടിച്ച്. അയ്യോ ഞാൻ ആക്ച്വലി പറയണേ ഇല്ല വരില്ല. ബേസിൽ ജോസഫ്. യെസ്, ബേസിൽ ഏട്ടൻ. റീസെന്റ് പോസ്റ്ററൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ സാംകുട്ടി എന്നൊക്കെ പറഞ്ഞു. അതെ. സോ നമ്മൾ ഫണി മൂമെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ സോൺ ഔട്ട് ആയി പോകും. അപ്പൊ അവര് ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ഡയറക്ടർ എക്സ്പ്ലെയിൻ, ഞാൻ സോൺ ഔട്ട് ആയി, ഞാൻ മറന്നുപോയി. ഡയറക്ടറും റൈറ്ററും എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക, അവർ ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ ഇങ്ങനെ ഇരിക്കുക, അവര് എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ബാക്കിൽ പോയിരുന്നു, ഡയറക്ടർ പറയാ ആക്ഷൻ. അപ്പൊ ഞാൻ അപ്പൊ ബേസിലായിട്ട് അപ്പൊ എന്നെ അടുത്ത് വിളിച്ചു. അപ്പൊ ഞാൻ ഡയലോഗ് പറയാല്ലേ. അപ്പൊ ഞാൻ സോറി സോണ്ടോട്ടെ. സോ അതൊരു ഫൺ മൂമെന്റ് ആയിരുന്നു. പിന്നെ വെള്ളം കുടിക്കുന്ന ഇതായിരുന്നു. സോ കുറേ നേരം ആ ഷോട്ടിൽ വെള്ളം കുടിക്കുന്ന. അപ്പോൾ ഒരു ഷോട്ട് കുറേ പ്രാവശ്യം പോലും വെള്ളം കുടിച്ച് ഒരു 10 ബോട്ടിലെങ്കിലും ഫിനിഷ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടല്ലേ, പറയല്ലേ എൻ്റെ അടുത്ത് പറയല്ലേ. അപ്പൊ ആ മൊമെന്റിൽ ഞാനെനിക്ക് സൗണ്ട് ഉണ്ടാക്കി വെറുതെ ഇറിറ്റേറ്റ് ചെയ്യും. സോ അങ്ങനത്തെ ലൈക്ക് ഫൺ മൂമെന്റ്സ്. എനിക്ക് അഴകിയരാവണ ഓർമ്മ വന്നു, വെള്ളം കുടിക്കൂലേ തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ. ഇനി അടുത്ത ആള് നമ്മുടെ നായികയായ പ്രീതിയുടെ കൂടെ ഞാൻ പ്രീതിനെ ആദ്യം മീറ്റ് ചെയ്തപ്പോ ഓൾറെഡി ഡാൻസിന്റെ ഫാനായിരുന്നു. സോ പ്രീതി അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രീതി ഇങ്ങനെ തിരിഞ്ഞാ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പ്രീതി ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇങ്ങനെ തട്ടിയപ്പോ ഇങ്ങനെ തിരിഞ്ഞു, സൺസിൽക്ക് ആയിട്ടുള്ള പോലെ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ വാവ് ഹു ഈസ് ഷീ, എനിക്കൊരു അങ്ങനത്തെ ഒരു മൂമെന്റ് ആയിരുന്നു. ആൻഡ് യു ആർ സോ പ്രീതി. അങ്ങനെ ഞാൻ പ്രീതിനെ മീറ്റ് ചെയ്തത്. പിന്നെ സംസാരിച്ച് വന്നപ്പോൾ ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ഗേൾ. നമ്മൾ പിന്നെ കുറെ റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പ്രീതിയായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു എനർജി കിട്ടി. ബിക്കോസ് ഷീ വാസ് സോ സ്വീറ്റ്. എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ തോന്നി. ആൻഡ് പ്രീതിയുടെ കിട്ടിയ എനർജി, ഷീ ഈസ് വെരി ഗ്രൗണ്ടഡ് ആൻഡ് വെരി സ്വീറ്റ്, ലൈക്ക് വെരി ഹംബിൾ, യുനോ. ജെന്യുവൻലി അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടി. ആൻഡ് വി ഹാഡ് ലൈക്ക് ദോസ് കോൺവെർസേഷൻ. വി സ്പെൻഡ് ലൈക്ക് 2-3 days ആൻഡ് അതിൽ നല്ല രസമായിരുന്നു. ദീസ് വർ ദ ലൈക്ക് മൂമെന്റ്സ് ദാറ്റ് വി ഷെയർഡ്, ഞാനും പ്രീതിയും. നല്ല രസമായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്ന സീൻ എന്ന് വെച്ചാൽ നമ്മുടെ നിവിൻ ചേട്ടൻ മറ്റേ ഇതുകൊണ്ട് തരൂലേ പാവ് ബജി,
മണ്ണും ചാറും. ഓ അവിടെ നല്ല ചിരിച്ചു, അവിടെയും നല്ല ചിരിച്ചു. അതെ അവിടെ ആക്ച്വലി തിങ് പ്രീതി ആക്ച്വലി പിടിച്ചൊക്കെ നിൽക്കും. പ്രീതി എന്നാലും ചിരിക്കും, പക്ഷെ എന്നാലും പിടിച്ചേക്കും. പക്ഷെ നിവിൻ ചേട്ടനാണെങ്കിൽ ഷോർട്ടില് ആക്ഷൻ എന്ന് പറയുമ്പോ സാധ്യ മണ്ണും ചാറും പറയുന്നതിന് മുമ്പ് നിവിൻ ചേട്ടൻ എന്റെ ചിരി വരും. അപ്പൊ ഓക്കെ, 1 more സാധ്യ ബട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. സോ അതിൽ ആ ഷോട്ടിൽ ഞാനില്ല. സോ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ ചേട്ടന് ചിരി വന്നിട്ട് പോയ. എന്നിട്ട് പ്രീതിയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ആക്ച്വലി പ്രീതിയും കുറെ ചിരിച്ചു, പക്ഷെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നു. പ്രീതിയാണെങ്കിൽ പ്രീതിക്ക് നല്ല ചിരി വന്നു. ബിക്കോസ് നിവിൻ ചേട്ടൻ വന്നിട്ട് ചിരിക്കും, പ്രീതിയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദിസ് എന്ന് കരഞ്ഞ് ചിരിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രീതി ഒരുപാട് ചിരിച്ചായിരുന്നു ആ സീനിൽ, മണ്ണും ചാറും. പക്ഷെ എനിവേ നമ്മൾ ചിരിച്ചു പോകുമല്ലോ. പിന്നെ അവനെ വായ തുറന്ന് എന്തെങ്കിലും പറ, അതിലും കുറെ ചിരിച്ചാണ് ചെയ്തത്. സോ it was really fun. അങ്ങനെ പിന്നെ മുംബൈയിലായതുകൊണ്ട് എക്സ്റ്റീരിയർ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊരു പ്രഷറിലായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും തീർക്കണം, ചിരിക്കണം എന്നുണ്ടെങ്കിലും ചിരി അടക്കി വെക്കണം, അല്ലെങ്കിൽ പോയി. മുംബൈയിൽ പെട്ടെന്ന് തീർന്നത് കറക്റ്റ് ഒരു 4-5 മണിയായപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ സൂപ്പർ പവേഴ്സ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മഴ ആശയം നിർത്തി. പക്ഷെ എന്നിട്ട് വീണ്ടും വന്നു. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേണ്ടി പോയിട്ട് വന്നു. പക്ഷെ ആ ഒരു നേരത്തെ നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്യും. നമ്മുടെ ചിയാൻ വിക്രം സ്റ്റേജിൽ അതെ വിക്രം സാറിനോട് സെറ്റിൽ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അപ്പോ ഈ പ്രൊമോഷൻസിലാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മള് ഫ്ലൈറ്റിലൊക്കെ ടൈം സ്പെൻഡ്. സോ ആക്ച്വലി ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് മൂമെന്റ് ഫോർ മീ. നമ്മള് അരുണണ്ണയുടെ കല്യാണത്തിന് പോയിരുന്നു. ആൻഡ് ഹി ഈസ് വെരി അവിടെ ഇരുന്ന് വി വർ ഓൾ ഹാവിങ് ഫുഡ് ആൻഡ് യുനോ ജസ്റ്റ് അരുണണ്ണയുടെ കല്യാണം ഭയങ്കര രസമായിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡാൻസ് ചെയ്ത ദിവസം നല്ലൊരു രസമുള്ള ദിവസമായിരുന്നു. സോ അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ അഭിനയമാണെങ്കിൽ അത് റെഡി മാത്രമേ ഉള്ളൂ? അത് റെഡി എന്താണ് ആ സാധനം? ആകെ ഒരു ഇവരുടെ ക്യാരക്ടർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്ന് വല്ലതും? പ്രതീക്ഷിക്കാൻ ഐ മീൻ എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്നാലും ആ ഒരു കോംബോ എന്ന് പറയുമ്പോഴേ ചിന്തിക്കാൻ പറ്റാത്ത കോംബോ. ടോവിനോ ബേസിൽ വിനീത് ശ്രീനിവാസൻ, അത് ഭയങ്കര ഫൺ കോംബോ. സോ ഐ തിങ്ക് അവര് തന്നെ എന്തെങ്കിലും റിലീസ് ആയിരിക്കും. ഞാൻ എക്സൈറ്റ്മെന്റോടെ പറഞ്ഞ ശരിയാ. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കണ്ട ഒരു കമന്റ് ആണ്, 2025 ആദ്യം ഒരു പൂക്കി യക്ഷി വന്ന് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കി, അതിനുശേഷം ഇപ്പൊ ഒരു കുട്ടി പ്രേതം വന്നിട്ട് നമ്മുടെ മനസ്സ് കീഴടക്കി. എന്താണ് ഈ കമന്റുകളോടൊക്കെ പറയാനുള്ളത്? കാരണം ഒരു ഓഡിയൻസിന്റെ റിയാക്ഷൻ സമയത്ത് കരയണൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്താണ് ഈ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ? പ്രേക്ഷകരോട് ഐ എം റിയലി ഹാപ്പി. എനിക്ക് കിട്ടുന്ന കമന്റ്സ് ഏതായാലും നല്ലൊരു കോംപ്ലിമെന്റ് ആണ്. ബിക്കോസ് ഇപ്പൊ നമ്മള് വിസ്മയത്തുമ്പത്തില് സീൻസ് ഒക്കെ ഇപ്പൊ എടുത്തിടുന്നു, കൂടിയുള്ള സീൻസും ഇപ്പൊ നീലിയുടെ സീൻസ് എല്ലാം സീൻസ് ഇട്ടിട്ട് അതിന്റെ ഇടയിൽ എന്റെ സീനും കൂടെ വരുമ്പോ നമ്മൾ ഈ ലെജൻഡറി ക്യാരക്ടേഴ്സ്, ഈ ലെജൻഡറി ആർട്ടിസ്റ്റിന്റെ ഇടയിൽ എൻ്റെ സീൻസ് വരുമ്പോൾ ഒരു ഹാപ്പിനെസ്. ബിക്കോസ് ഞാൻ തന്നെ ഇപ്പോൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഈ എഡിറ്റ്സ് ഒക്കെ കാണാറുള്ളത്, അതിൻ്റെ ഇടയിൽ എൻ്റെ ഫേസ് വരുമ്പോൾ ഐ എം ലൈക്ക് റിയലി ഹാപ്പി. ലൈക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് കോംപ്ലിമെന്റ്. ആൻഡ് അവർ ആൾക്കാർ ക്യാരക്ടേഴ്സിനെ പറ്റി നല്ലതായിട്ട് എടുത്താണ് പറയുന്നത്. ഓരോ ക്യാരക്ടർ പീപ്പിൾ സെയിങ് ജെനിയും ഡെലൂലും നല്ല ഫ്രണ്ട്സ് ആവും, അല്ലെങ്കിൽ നീലിയും ഡെലൂലും എങ്ങനെയായിരിക്കും അവരുടെ കോംബോ, അങ്ങനത്തെ ഇത്. ബിക്കോസ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ്. ഞാനും ഭയങ്കരമായിട്ട് നീലിനെ ഫാൻ ഗേൾ ചെയ്തു, കല്യാണം ചെയ്തു, പ്ലീസ് യു ആർ സോ അമേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു. സോ ഞാൻ നീലി കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഇപ്പോൾ when they're saying that like നെലൂലു വണ്ടിയില് നെലൂലു വണ്ടിയില് നീലി ആൻഡ് ഡെലൂലു നീലി ഡെലൂലു വണ്ടിയില് നൈസ്. അപ്പോൾ when they're saying നീലി and ഡെലൂലു will be friends, എനിക്ക് അത് കാണുമ്പോൾ നല്ല എക്സൈറ്റിംഗ് ആണ്. I am thinking in a universe what if they're friends. അപ്പോൾ ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. പ്രേക്ഷകരോട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഐ തിങ്ക് ഞാൻ കരയുന്ന വീഡിയോസ് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് റിയലി അത്രയ്ക്കും ഇമോഷണലാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രേക്ഷകർ ഈ തരത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ എന്നെ ആക്ച്വലി അത്രയും മനസ്സിൽ കൊണ്ട് പോയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ റിയാക്ഷൻസും റെസ്പോൺസസ് കാണുന്നത്, എല്ലാവരും വന്ന് ഹഗ് ചെയ്യുന്നു, ഹാൻഡ് ഷേക്ക് ആയിരുന്നു. അത്രയും ഒരു ജെന്യൂനിറ്റി എനിക്ക് ആ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നെ വന്ന്
കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആ ജെനുവിനിറ്റി കാണാൻ പറ്റുന്നുണ്ട്. സോ I'm so happy you guys loved it. I'm really, really happy that Delulu is close to your heart, and Delulu is happy. Maya is really happy. That's all I can say. And nammude team bhayangara happy. Agil Chetan happy. Nimin Chetan happy. We're really grateful. Thank you. ഒരു റിയയുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കൂടെ പറഞ്ഞേക്ക്. എൻ്റെ റെസൊല്യൂഷൻ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അത്ര മാത്രമേ ഉള്ളൂ. എന്നെ ഒരു 3-4 ജെൻസി വാക്കുകൾ പഠിപ്പിക്കും. Wait, on this Riz. കേട്ടിട്ടുണ്ട്. Riz ഉണ്ട്. It's not clocking to you. It's not clocking to you. അതൊരു ജസ്റ്റിൻ ബീബറിന്റെ ഒരു ഇതാണ്. അപ്പൊ അത് എല്ലാരും ഒരു മീമാക്കി. So basically പാപ്പരാജിയെ വന്ന് വീഡിയോ എടുത്തപ്പോ ജസ്റ്റിൻ ബീബർ is like, it's not clocking to you that I'm standing on business. അതന്നെ. അതെ 6-7. അത് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ക്രേസി. എനിക്ക് 6-7 എന്താന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. Dude, that's crazy. I'm an old soul. അത്രേ പറയുന്നുള്ളൂ. എനിക്കിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ താങ്ക് യു. മറ്റേ ഇതൊക്കെ നേരുന്നു, മംഗളങ്ങളൊക്കെ നേരുന്നു.